ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തരാം. ഇത് അൻസാരി സുഹരി ഉസ്താദിനെ വിളിച്ച ആദ്യം ഒരു പള്ളിയിലച്ഛനായിരുന്നു അദ്ദേഹം. ഒരു പാതിരിയായിരുന്നു. അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ കണിശമായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു, സത്യസന്ധമായിട്ട്. പക്ഷേ അതിനിടയിൽ ചില അനുഭവങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. നോക്കി. ഹലോ, ആരാ മോനെ? കേൾക്കുന്നുണ്ടാ? ആരാ വിളിക്കുന്നേ? എന്റെ പേര് സജിൽ. സജിൽ. ഫുൾ പേരെന്താ? എന്റെ പേര് സജിൽ എന്നാണ് പേര്. ഇതില് സജിൽ വിൻസെന്റ് എന്നാ ഫുൾ കാണുന്നത്. പേര് സജിൽ വിൻസെന്റ്. പറഞ്ഞു മോനെ, എന്താ മോനെ? ഞാന് ഇന്നലെ ഫേസ്ബുക്കില് താങ്കളുടെ ഇത് പോസ്റ്റ് കണ്ടപ്പോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മോനെ? ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വളരെയധികം ഈ മതങ്ങളിൽ തന്നെ വർഗീയ വിഷം കലർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പോ ക്രിസ്ത്യാനികളുടെ ഇടയില് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിപ്പോ ഹിജാബിന്റെ വിഷയത്തില് നമ്മളൊരു മുഖം കണ്ടു. അതെ. ഇതുപോലെ പല മുഖങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെ. ഞങ്ങളുടെ സത്യം പറയുകയാണെങ്കിൽ ഞാന് പള്ളിയിൽ അച്ഛനായിരുന്നു. അതുകൊണ്ട് തിയോളജിയും കാര്യങ്ങളൊക്കെ ഒരു 12 വർഷം നന്നായി പഠിച്ചിട്ടാണ് ഞാൻ അച്ഛനായത്. അതെ മോനെ. എന്നിട്ട് 2018 അച്ഛനായി. ഞാൻ 2024 ഓഗസ്റ്റ് 8 അത് വേണ്ടാന്ന് വെച്ചു. എന്ത് പറ്റി മോനെ? അത് ഇതിന്റെ ഇടയിൽ തന്നെ കുറച്ച് വർഗീയ വിഷയങ്ങള് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളില് പന്തിയല്ല, ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെ അതെ അതെ. ഞാന് വിധിക്കാൻ ആരുമല്ല. ഞാൻ അത്ര വലിയ പുണ്യാളനോ അത്ര വലിയ വിശുദ്ധനൊന്നല്ല. പക്ഷെ സഭയിലുള്ള കുറെ പുള്ളിക്കുത്തുകള്, എനിക്ക് ഞാൻ പഠിച്ച തിയോളജിയും ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ താല്പര്യമില്ലാണ്ട് പോയി. താങ്കൾ ചെയ്യുന്ന അതേപോലെ തന്നെയായിരുന്നു ഞാൻ അച്ഛനായിരുന്നു. താങ്കളുടെ ആ നിലപാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് താങ്കളുടെ വീഡിയോയില് ആ സദ്യക്ക് പോയപ്പോ ദേഷ്യം തീർക്കണ ഒരു പരിപാടി പറഞ്ഞു വരും. അതെ, നമ്മളെ ഹിന്ദുക്കളെ മറ്റ് അന്യമതത്തിൽപ്പെട്ട ആളുകളോട് പരോക്ഷമായിട്ട് പെരുമാറണമെന്ന് ആരിഫ് ഹുസൈൻ കള്ളത്തരം പറഞ്ഞു. അപ്പൊ ഞാന് പപ്പടവും സദ്യ എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് രോക്ഷം കാണിച്ചതാ. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു താങ്കളുടെ നിലപാടിൽ. അതുകൊണ്ട് തന്നെയാണ് എന്നെ താങ്കളുടെ ആ രീതികളൊക്കെ എന്നെ അടുപ്പിച്ചതും. പ്രത്യേകിച്ച് സിസ്റ്ററിന്റെ ഇഷ്യൂ വന്നപ്പോ അപ്പോഴാണ് എനിക്ക് താങ്കളുടെ ആ വിലപ്പെട്ട ഒരു എന്താ പറയാ, ഞാൻ എന്റെ നിലപാടിൽ ഒരാള് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വളരെ സന്തോഷം. അതെ, നമ്മൾ സത്യത്തിനൊപ്പം ആവുക, സത്യത്തിനൊപ്പം നിലനിൽക്കുക. അത് നമ്മുടെ തല പോയെന്ന് പറഞ്ഞാലേ ഇന്ത്യ മഹാരാജി ഇനിയും സങ്കീർണമാവും മോനെ. നമ്മൾ കേട്ടാ സജിലെ, ഇനിയും സങ്കീർണമാവും. അഥവാ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ നീതിയും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴും തല പോയാലും സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ. മനസ്സിലായോ? കാരണം നമ്മളെ ലോകം ഓർക്കും. ഇതായിരുന്നു സജിലെ. നാട്ടിൽ വരുമ്പം നമുക്ക് കാണണം കേട്ടാ. സന്തോഷം. എന്നെ വിളിച്ചതിനകത്തും വിശേഷങ്ങളൊക്കെ തിരക്കിനകത്തും അഭിപ്രായം പറഞ്ഞതിനകത്തൊക്കെ വലിയ സന്തോഷം. വിൻസെന്റ് ആരാണ്? അച്ഛനാണോ വിൻസെന്റ്? എന്റെ അപ്പന്റെ പേരാ. ഓക്കെ. അച്ഛനോടും അമ്മയോടൊക്കെ എന്റെ വിശേഷം പറയണം. ഇൻഷാ അള്ളാഹ് നാട്ടിൽ വരുമ്പോ ഞാൻ അങ്ങോട്ട് വരും, നമുക്ക് കാണണം കേട്ടോ. തീർച്ചയായും. ഞാൻ വെച്ചോട്ടെ. ശരി, സന്തോഷം. കണ്ടോ, സജിൻ എന്ന് പറയുന്ന ഈ മുമ്പ് പള്ളിയിലച്ഛനായിരുന്നു. പഠിച്ചതനുസരിച്ചെന്നല്ല പിന്നീട് സംഭവങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ പട്ടവും ഊരി വെച്ചിട്ട് അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണം നമ്മൾ. ചില ആളുകളുണ്ട് മതത്തിൻ്റെ എല്ലാ ആശയങ്ങളും പഠിച്ച് പിന്നീട് അതിനെതിരെ പല ആളുകളും പ്രവർത്തനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരോട് പിന്നെ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും അല്ലെങ്കിൽ വർഗീയതയൊക്കെ കുത്തി കൊടുക്കുമ്പോൾ അവസാനം മതം തന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? കാരണം വേറെ രൂപത്തിലേക്ക് അതിനെ വൽക്കരിക്കപ്പെടുമ്പോൾ ചില ആളുകൾ വിഷമം അനുഭവിച്ചിട്ട് മെൻ്റലി തകർന്നിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങളിലേക്ക് എത്തപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ ഈ ചെറുപ്പക്കാരന് സുഹരി ഉസ്താദിനെ നമുക്കറിയാം,
സൂരിസ്ഥാൻ്റെ നിലപാട് എങ്ങനെയാണ്, സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ഏതൊരു വിഷയത്തിനെയും രസകരമായിട്ട് പിന്നെ അതിൻ്റെ കൊള്ളേണ്ടടുത്ത് വ്യക്തമാക്കി കൊള്ളിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ജനശ്രദ്ധ പിൻപറ്റിയ, മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം പിന്നെ നിലകൊള്ളുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ ചെറുപ്പക്കാരന് വല്ലാതെ ഇഷ്ടമായി. അങ്ങനെയാണ് അദ്ദേഹം സൂരിസ്ഥാനെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയും നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഇങ്ങനെയുള്ള വർഗീയവാദികളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്കും ഇത് മനസ്സിലാക്കാനായി അല്ലേ.